KTM റീബിൽഡ് സീരീസിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് ഈ ബൈക്കിന്റെ ഇത്രയും വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീൽസ് ഇൻസ്റ്റാൾ ചെയ്തു, സസ്പെൻഷൻ സെറ്റ് ചെയ്തു, നമ്മൾ ഈ ഒരു ഫ്രെയിം എല്ലാം സെറ്റ് ആക്കി. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, കയറി കണ്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ വയറിംഗ് ഹാർനസ് സെറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ TFT മീറ്ററും സെറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന്റെ പ്രോസസ് എങ്ങനെയാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോട്ടൽ വയറിംഗ് ഹാർനസ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഫുള്ള് ക്ലീൻ ചെയ്യുന്ന പ്രോസസ് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിലവിലെ കണ്ടീഷൻ ഇതാണ് കേട്ടോ. ഇത് ഫുള്ള് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഈ ഡൊമിനാർ 400ന്റെ ABS മോട്ടോർ പുതിയ റീപ്ലേസ് ചെയ്യണം കേട്ടോ. കാര്യം പഴയത് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റാത്തൊരു രീതിയിലാണ്. ഇതിന്റെ പഴയ ABS മോട്ടോർ ശരിയാക്കിയാലും അധികം നാളെ കിടക്കൂല, ആ ഒരു രീതിയിലാണ്. അത് അതിന്റെ ബോർഡും ഷോർട്ടാണ്, മോട്ടറും ഷോർട്ടാണ്. അതുപോലെ തന്നെ അത് ഫ്ലൂയിഡ് മാറാതെ ഈ വണ്ടി ഓടിച്ച് അതിന്റെ അലുമിനിയം കേസിലുള്ള വാൽവും കാര്യങ്ങളും എല്ലാം സ്റ്റക്കാണ്. അത് ക്ലീൻ ചെയ്തിട്ടും അത് നേരെ ശരിയാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അതായത് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ബാക്കി പണി ചെയ്യാം. യൂസ് ചെയ്യുന്ന WD-40 ആണ്. എന്റെ ചെവി ഓക്കെ, അങ്ങനെ ഞങ്ങൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ വയർസ് എല്ലാം സെറ്റാക്കി അടിയിൽ വരുന്ന പാനലെല്ലാം നല്ല രീതിയിൽ വീട്ടിൽ വാഷ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമുക്ക് ബാക്കി ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഒരു പാനലിനകത്ത് നമുക്ക് ഈ ഒരു വയറിൽ ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ഓരോന്നായിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ഇനി അടുത്തായിട്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്ത് റെഡിയാക്കാം. അതാകുമ്പോഴത്തേക്ക് നല്ലൊരു ഫിനിഷിങ് സെറ്റപ്പിൽ അത് നന്നായിട്ട് ഒതുങ്ങിയിരിക്കുമല്ല. അപ്പോൾ അതിനുവേണ്ടി ടാഗ് ഇട്ട് നമുക്ക് സ്റ്റോക്ക് സെറ്റപ്പിൽ തന്നെ സെറ്റാക്കി വയ്ക്കാം. ഓക്കെ, ഇതിൽ റിലേയും കാര്യങ്ങളും എല്ലാം കറക്റ്റ് പൊസിഷനിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടോട്ടുള്ള ബാക്കി വയറിംഗ് സെറ്റ് ചെയ്യാം. 6 യൂണിറ്റ് നമുക്ക് ഇവിടെ എടുത്ത് മൗണ്ട് ചെയ്യണം. അത് സെറ്റ് ചെയ്യാം. ഓക്കെ, അതങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഫുഡ് റെസ്റ്റ് എല്ലാം സെറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ് ചെയ്യാം. ഈ കാണുന്ന 2 സോക്കറ്റും, അതായത് 2 പോർട്ടുണ്ട്, നെഗറ്റീവും പോസിറ്റീവും വെച്ച് 2 പോർട്ട്. അപ്പോൾ ഇത് KTMന്റെ വണ്ടിയിൽ സ്റ്റോക്കായിട്ട് ആക്സസറീസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഈ കാണുന്ന 2 സോക്കറ്റും ഫാക്ടറിയിൽ നിന്ന് തന്നെ നമുക്ക് ആക്സസറീസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഒന്ന് ആക്സസറീസ് 1 എന്നും പറഞ്ഞിട്ടുണ്ട്, 2 എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് 1, ഇത് 2. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലൈറ്റ് വർക്ക് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിലോ ഈ 2 മാത്രമേ കണക്ഷൻ എടുക്കാവൂ. ഇഗ്നീഷനിൽ നിന്ന് എടുക്കാൻ പാടില്ല. അതിനുവേണ്ടി ഫാക്ടറിയിൽ നിന്ന് തന്നെ ഇട്ട 2 പോയിന്റാണ്. ഈ തുരുമ്പിച്ചിരിക്കുന്ന സ്ക്രൂ മാറ്റും. ഇത് എക്സ്ട്രാ ഹോൾ അടിച്ചാൽ മാത്രമേ Gen 2ൻ്റെ ഹെഡ്ലൈറ്റ് മീറ്റർ സ്റ്റൈല് Gen 3യുടെ മീറ്റർ വയ്ക്കാൻ പറ്റും. ഇവിടുത്തെ മഫ്ലിങ്ങും കാര്യങ്ങളെല്ലാം മറഞ്ഞു വരാൻ നേരത്ത് ഫാക്ടറി ഫിനിഷിംഗ് ആണ് പോയത്.